പ്രിയമുള്ളവരെ, ഈ ഒരു ഉദ്ഘാടനം ജലമിത്ര വാട്ടർ ഫിൽട്ടർ നമുക്കറിയാം. നമ്മുടെ കരുവാരകുണ്ട് ചിറക്കുണ്ടായിരുന്നു അങ്ങാടിയിൽ. അതിപ്പോൾ വീണ്ടും റീ ഓപ്പണിംഗ് ആയിട്ട് നമ്മളെ സ്കൂൾ പഠിക്ക PT ഓഡിറ്റോറിയത്തിന് കുറച്ച് ഇപ്പുറത്തായിട്ട് സ്കൂൾ പഠിക്ക നമ്മൾ ഉറങ്ങൽ പഠിക്ക തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ അഷ്റഫ് ദോസ്താണ് ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ജലമിത്ര ഫിൽറ്ററും കാര്യങ്ങളും എങ്ങനെയൊക്കെ വെക്കുന്നത്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് അഷ്റഫും അതുപോലെ തന്നെ അതിൻ്റെ ഓണറുമായിട്ട് ഞാൻ ഇതിൻ്റെ വിവരങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത് വീഡിയോ ചടങ്ങിലൂടെ നമുക്ക് കാണാം. കട്ടിങ് കണ്ടു. നമ്മുടെ കരുവാരകുണ്ടിൽ 6 വർഷമായിട്ട് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടി നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡിന്റെ നേരെ മുമ്പിലായിട്ട് ചെറിയ ഗ്ലാസ്സിലുള്ള കൂടെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ഫിൽറ്ററിന്റെ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ സിലിണ്ടർമാർക്ക് ഒരു 4-5 ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നോടെ. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷെ അഷ്റഫ് ദോസ്ത്, നമുക്കറിയാം കരുവാരകുണ്ട് എന്നല്ല കേരളത്തിനകത്തും പുറത്തും നമ്മൾ ഒരു വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഒരു സംവിധാനവുമായിട്ടാണ് അഷ്റഫ് മൂപ്പരെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലടക്കം നമ്മളെ അറിയാം. നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ നമ്മുടെ പായ്പുല്ല് വെള്ളച്ചാട്ടത്തിന്റെ ഒരു വെള്ളം എടുത്തിട്ട് ഫിൽട്ടർ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടതാണ്, ഒരുപാട് ആൾ കണ്ടതാണ്. എന്തായാലും ഇന്നിപ്പോ ഈ ഒരു സ്ഥാപനം അവിടുന്ന് മാറ്റി റീ ഓപ്പണിംഗ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ സ്കൂൾ പഠിക്കാൻ നമ്മുടെ ഒറങ്ങൽപ്പടി സ്കൂൾ പടി എന്നൊക്കെ പറയും. PDB ഓഡിറ്റോറിയത്തിന് മുന്നിൽ നമ്മൾ അങ്ങാടി റോഡിൽ കുറച്ചുകൂടി കയറിക്കഴിഞ്ഞാൽ ഇൻഷൂർ ഓഫീസിന്റെ നേരെ ഇപ്പുറത്തായിട്ട് ഈ സ്ഥാപനം. എന്തായാലും അത് ഉദ്ഘാടനം ചെയ്യണം അദ്ദേഹം തന്നെയാണ്. വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ മലനാട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവരുടെ കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അയൽവക്കാരൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ വിവരങ്ങള് ഇത് നടത്തുന്നത് ഇപ്പൊ നിങ്ങളാണ് അല്ലെ, പേര് ഷംനാസ് ആണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നത്. എന്തായാലും ഇതിന്റെ വിവരങ്ങള് അഷ്റഫ് തന്നെ പറയട്ടെ. എങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സൗജന്യമായിട്ട് നിങ്ങൾ ഒരുപാട് കുടിവെള്ളം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ആ വിവരങ്ങൾ, അതുപോലെ നമുക്ക് ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടുന്ന് എന്തെങ്കിലും ഓഫർ ഉണ്ടോന്നില്ല, അതുകൂടി പറഞ്ഞാണ് ഞാൻ മൈക്കോടെ കൊടുത്തത്. ഒന്ന് പറഞ്ഞു. ഹായ് പ്രിയമുള്ളവരെ, ഞാൻ അഷ്റഫ് ദോസ്ത്, APA ജലമിത്ര പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD. നമ്മൾക്ക് പറയാനുള്ള വെച്ചാൽ ഈ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിൽ എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത്, 6 വർഷമായിട്ട് എൻ്റെ വലം കൈയായിട്ട് ഷംനാസ് കരുവാരുണ്ട് ഇവിടെ എൻ്റെ കൂടെ. 6 വർഷമായിട്ട് ജലമിത്രയിൽ പ്രവർത്തിച്ച് വിശ്വാസം നേടി. അങ്ങനെ അദ്ദേഹത്തിന് വിശ്വാസം വന്നപ്പോ നവീകരിച്ച ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങി. അതിന്റെ പിന്നില് അദ്ദേഹത്തിന്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അല്ലേ, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോ നമുക്ക് പറയാനുള്ള എന്താണ് അറിയോ, പിന്നെ ജലമിത്രയുടെ പ്രത്യേകത 100% നാച്ചുറലാണ്. 14 തരം കല്ലുകളും നെല്ലിമരത്തിന്റെ കഷ്ണം ഇട്ടിട്ട് പ്രത്യേക അടുക്കി വെക്കല്, അതായത് അതിന്റെ ആ അടുക്കി വെക്കലിന്റെ അതിന്റെ ആ മസാലക്കൂട്ടിലാണ് അതിന്റെ ഇരിപ്പ് കിടക്കുന്നത്. അതേപോലെ 100% നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വെള്ളം കുടിക്കണമെങ്കിൽ ജലമിത്ര കമ്പനിയെ സമീപിച്ചാൽ മതി. പുഴവെള്ളം, കലങ്ങിയ വെള്ളം, കുളത്തിലെ വെള്ളം, പാറക്കൊടിയത്തെ വെള്ളം, ഏത് വെള്ളം വെച്ചാലും നമ്മൾ തെളിയിച്ചു തരും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഈ ഉദ്ഘാടന വേളയിൽ ഞാനൊന്ന് പറയാണ്, ആർക്കും അത് ഇപ്പൊ പ്രഖ്യാപിക്കാം. പിന്നെ അതായത് നമ്മൾ സൗജന്യമായി ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെളിപ്പെടുത്തിയാണ്. 400 പരം കുടുംബങ്ങൾക്ക് കുടിവെള്ളം സൗജന്യമായിട്ട്, പുഴവെള്ളം, പാറക്കൊരുത്ത വെള്ളമൊക്കെ സൗജന്യമായിട്ട് അത് ശുദ്ധീകരിച്ച് കുടിക്കാൻ അനുയോജ്യമാക്കി കൊടുത്തിട്ടുണ്ട്. 400 പരം. അതേപോലെ വെള്ളമില്ലാത്ത കുഴൽക്കിണറിൽ വെള്ളം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് 15,000 പരം. അതും സൗജന്യമാണ്. അതും കൂടി ഈ വേളയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത, വെള്ളം ഇല്ലാത്ത കുഴൽക്കിണറിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് കൂടാതെ തന്നെ റീചാർജ് സംവിധാനം, അതൊക്കെ വീഡിയോ കോളിൽ സൗജന്യമാണ്. അത് ഞാൻ പിന്നീട് അറിയിക്കുന്ന ആ നമ്പറൊക്കെ. അതേപോലെ വെള്ളം എവിടെങ്കിലും ഇല്ല, കിണറും ഇതൊന്നും ഇല്ലെങ്കിൽ മഴവെള്ളം കൊണ്ട് അത് കുടിക്കാൻ സംവിധാനമാക്കി കൊടുക്കുന്ന സംവിധാനം ഉണ്ട്. അല്ല, കുഴൽക്കിണർ ആദ്യം കുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. 2, 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളം അപ്രത്യക്ഷമാകുകയാണ്. അതിന്റെ കാരണം 500 മീറ്ററോ 1 കിലോമീറ്ററോ ചുറ്റളവില് എവിടെങ്കിലും പുതിയൊരു കുഴൽക്കിണർ വന്നാല് നമ്മളുടെ ലൈവായിട്ടുള്ള കുഴൽക്കിണറിന്റെ ഉറവ മറ്റേ അടുത്തുള്ള കുഴൽക്കിണറിലേക്ക് ആ ജലസ്രോതസ് അതിലേക്ക് വഴി മാറിപ്പോവും. അത് ആഴം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ നമ്മളുടെ കുഴൽക്കിണത്തെ വെള്ളം അത് കുറയും. അതിനാണ് മഴവെള്ളം റീചാർജ് ചെയ്തിട്ട് അതിലേക്ക് വിട്ടു കഴിഞ്ഞാൽ 100% വെള്ളം അത് തിരിച്ചു വരും. അത് ഗ്യാരണ്ടിയാണ്. ഉദ്ഘാടന വേളയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, 10 കുടുംബോ 20 കുടുംബോ വല്ല പാറക്കുറയുന്നോ പൊടിയുന്നോ ഏതെങ്കിലുമൊക്കെ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ഒരു ടാങ്ക് വെച്ചാൽ, 3.5 മീറ്റർ ഹൈറ്റിലെ ടാങ്ക് വെച്ചാൽ ഒരു ഫിൽറ്റർ ഞാൻ അവിടെ ആ കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട്, ഒന്നല്ല യഥേഷ്ടം വെച്ചിരുന്നാണ്, ഒന്നല്ല
അത് ഞാനിപ്പോ പ്രഖ്യാപിക്കാത്ത എന്താ ഒന്ന് വെക്കട്ടെ, എന്നിട്ട് 2 വെക്കട്ടെ, 3 വെക്കട്ടെ, അങ്ങനെ കരുവാരണ്ടക്കാർക്ക് അടുപ്പോ. കാരണം ഇത് ഷംനാസല്ലേ ഇവിടെ തുറന്നിട്ടില്ലേ, അപ്പൊ ഇത് കരുവാരണ്ട് പഞ്ചായത്ത് അനുഭവിക്കട്ടെ. അഷറഫുക്ക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതോടൊപ്പം തന്നെ കരുവാരക്കുണ്ടില് ഒരു ഫിൽറ്റർ ഇപ്പൊ തൽക്കാലം ഒരു ഫിൽറ്റർ വെക്കേണ്ട കാര്യം പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഷംനാസിനോട് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് മാറ്റാനുള്ള കാരണം, അതുപോലെ തന്നെ നമ്മുടെ ഒരു കരുവാരക്കുണ്ടിൽ ഇപ്പൊ ഈ 6 വർഷത്തിനിടയ്ക്ക് എത്ര ഫിൽറ്ററുകളാണ് വെച്ചു കൊടുത്തുള്ളത്? നമ്മള് 1000കണക്കിന് ഫിൽറ്റർ കരുവാരക്കുണ്ട് ബേസ് ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. കാരണം കരുവാരക്കുണ്ട് അയൺ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് അയണിന്റെ പ്രശ്നം ഒരുപാട് വീടുകൾക്ക് വരുന്നുണ്ട്. മുടികൊഴിച്ചിലിന്റെ പ്രശ്നം വരും, അത് കറ പിടിക്കുക, ബാത്റൂം കറ പിടിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് ചോയ വ്യത്യാസം. അപ്പൊ കരുവാരണ്ട് മേഖലയിൽ നമ്മൾ ഫിൽറ്റർ എന്താ വെച്ചാല് കൂടുതൽ ആവശ്യക്കാർ കൂടുതലാണ്. ഈ അയൺ കണ്ടന്റ് കൂടുതലുള്ളത് കാരണം അത് നമ്മൾ അയൺ ഫുള്ള് റിമൂവ് ചെയ്ത് 100% പ്യുവർ ആക്കിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ കൊടുക്കുന്നത്. അത് നമ്മൾ മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 1000കണക്കിന് കസ്റ്റമേഴ്സ് കരുവാരക്കുണ്ടിൽ നിലവിൽ റണ്ണിങ് ഉണ്ട്. നമ്മൾ അഷറഫ് പറഞ്ഞത് നമുക്കിപ്പോ എന്റെ കോളില് ഈ ഒരു സ്ഥാപനത്തിൽ എന്റെ നമ്പറിൽ വിളിച്ച് ഇനിയിപ്പോ ജില്ലക്ക് പുറത്താണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾ കേരള, പിന്നെ തമിഴ്നാട്, കർണാടക ഒക്കെ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന കാര്യം, എന്റെ വീഡിയോ കാണുന്ന ആളുകൾ എന്ന് പറയുന്നത്? എല്ലാ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് ഉദ്ഘാടനം പ്രമാണിച്ച് 10% ഡിസ്കൗണ്ട്, 10% നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. ഈ ഫിൽറ്ററിന്റെ അളവുകൾ എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്? അത് 1354, 1248, പിന്നെ 12, അത് ലിറ്റർ കപ്പാസിറ്റി. നമ്മള് വെള്ളം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വലിയ ഫിൽറ്ററുകൾ വെച്ച് ചെയ്യേണ്ടത്. അതേമാതിരി ഉദാഹരണം ചോദിക്കുമ്പോൾ ഒരു 500 ലിറ്ററിന്റെ ടാങ്ക്, ഒരു ചെറിയ കുടുംബം, ഈ 500 ലിറ്റർ ടാങ്കിന്റെ നമ്മളൊരു ഫിൽറ്റർ എങ്ങനെയാണ് വെച്ച് കൊടുക്കല്? അത് എത്ര അളവ് കൊടുക്കല്? അത് നമ്മള് ആ വീട്ടിലത്തെ വെള്ളം പരിശോധിച്ചതിന് ശേഷം അതിന് വ്യക്തമായ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഫിൽറ്റർ വെക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു സാധനം ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ഈ ഒരു ഫിൽറ്റർ, ഈ സാധനം എങ്ങനെയാണ് നമ്മളത് വെച്ചുകൊടുക്കാതെ? എങ്ങനെ അത് നമ്മള് ഇത് കിച്ചണിൽ തന്നെ കിച്ചണില് കുടിവെള്ളത്തിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അത് ലിറ്റർ അളവൊന്നുമില്ല, അത് 10 ലിറ്റർ 15 ലിറ്റർ അങ്ങനെ. അത് മാത്രമല്ല, അത് 6 മാസം ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഫിൽറ്റർ കൂടുതൽ ഫോക്കസ് ചെയ്യണ ഇതാണ് വലുത്. അതിന് ബെസൽ ഫിൽറ്റർ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പിന്നീട് അതിന് പൈസ മുടക്കണം. മറ്റേതൊക്കെ 6 മാസം കൂടുമ്പോ ഫിൽറ്റർ മാറി കൊടുക്കേണ്ടത്. ഇത് അൺലിമിറ്റഡ് ആണ്. 3 വർഷം മണി ബാക്ക് ഗ്യാരണ്ടി, പിന്നെ 3 മാസം പൈസ തിരിച്ചു തരുന്ന ഗ്യാരണ്ടി. അതാണ് എന്റെ പ്രത്യേകത. പിന്നെ ഇതൊക്കെ ഏത് വീടുകൾക്കും ഞാൻ എന്താ ചെറുതും വലുതൊക്കെ വെക്കാം. എന്തായാലും ഇതിന്റെ കാര്യങ്ങള് ഷംനാസും പറഞ്ഞു, അഷ്റഫുക്കയും പറഞ്ഞു ഇതിന്റെ വിവരങ്ങൾ ഫുള്ള്. കാരണം ഫിൽറ്ററിന്റെ കാര്യത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അഷ്റഫുക്കന്റെ ചെയ്ത ഷോർട്സുകളും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ കണ്ടതാണ്. എന്തായാലും കരുവാരക്കുണ്ടിൽ ഇങ്ങനെ സംഭവം വന്നിട്ട് എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ഇത് അറിയണം, കേൾക്കണം, ഇത് എത്തിക്കണം, വിവരം കൈമാറി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഒരു ബൈറ്റ് ഇത്രയും വലിയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളത്. എന്തായാലും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടം നമ്മുടെ കരുവാരക്കുണ്ടിൽ കൂടുതൽ പറയേണ്ട വിവരങ്ങൾ പറഞ്ഞു മാക്സിമം ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കും.